ഡിയേഴ്സ്, ക്രിസ്മസ് എക്സാമിലേക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. അവിടെ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ചോദ്യം വായിക്കാം. കൺസപ്ഷൻ ഫംഗ്ഷൻ ഇൻ എ ടു സെക്ടർ എക്കോണമി ഈസ് ഗിവൺ ബിലോ. നമുക്കറിയാം C is equal to 100 plus 0.8y ആണ് കൺസപ്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ. ഐ ബാർ തന്നിട്ടുണ്ട് 250 ആണ്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. എന്തറിഞ്ഞാൽ മതി ഇക്വേഷൻ. y star is equal to C bar plus I bar divided by 1 minus C. C bar എന്ന് പറയുന്നത് 100 ആണ്, I bar എന്ന് പറയുന്നത് 250 ആണ്. 1 അതേപോലെ എഴുതി. ചെറിയ c MPC, അതാണ് MPC തന്നിട്ടുണ്ട് 0.8. അപ്പൊ നമുക്ക് 350 1 minus 0.8 എത്ര കിട്ടും? 0.2 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അതെ, 0.2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി 350 ഡിവൈഡഡ് ബൈ 0.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1750 കിട്ടും ഇക്വിലിബ്രിയം ഇൻകം. ഇനി ഇവിടെ ഒരു ബി ചോദ്യമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 70 ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം ഇൻകം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ പുതിയ ഇൻവെസ്റ്റ്മെന്റ് 250ന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 70 കൂടെ കൂട്ടി എനിക്ക് തോന്നുന്നു 320 ആണ് അല്ലേ? യെസ്, 320 ആണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 100 പ്ലസ് 320 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 0.2. 420 ഡിവൈഡഡ് ബൈ 0.2. 420 ഡിവൈഡഡ് ബൈ 0.2 നമുക്ക് 2100 എന്ന് കിട്ടും പുതിയ ഇക്വിലിബ്രിയം ഇൻകം. സോ ഇക്വിലിബ്രിയം ഇൻകത്തെ പറ്റി ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ അറിയാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സി ബാറും ഐ ബാറും എന്താണെന്ന് അറിയാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ തറലി മൊത്തത്തിൽ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.